അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ എത്തിയിരിക്കുവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെന്താ പറയണ്ടേ, ഇന്നിപ്പോൾ ആക്ച്വലി പറഞ്ഞത് ഇലാബറേറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമൊന്നുമില്ല. ഉച്ചയോടുകൂടി എന്ന സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഒരു യാത്ര പോവുകയാണ്. യാത്രയല്ല, സ്റ്റേക്കേഷൻ. 2 ദിവസത്തേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, കോവളം ചോര ഭാഗത്ത് ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിലേക്ക് ഞാനും അനുക്കുട്ടിയും കുടുംബവും പ്ലസ് 2 സഹായികളായിട്ടുള്ള സബിത ആൻഡ് സംഗീത എല്ലാവരും കൂടി പോകുന്നു. ചേട്ടൻ പെരപ്പങ്ങോട്ട് പോകും, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനൊന്നും കാണില്ല. വീക്കെൻഡാണ്. വീക്കെൻഡ് ആകുമ്പോൾ പൂച്ചേട്ടൻ സാധാരണ അങ്ങനെയാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ആക്ച്വലി സൺഡേ മൺഡേ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റ്. ഇന്ന് പൂച്ചേട്ടനും ശരിക്കും പറഞ്ഞാൽ സൺഡേ ഇന്നലെ പോയില്ല, ഇന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അത് ഇഡ്ഡലി മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു ടൊമാറ്റോ കറി ഉണ്ടാക്കാം. എന്നിട്ട് ഇഡ്ഡലി, സാധാരണ ഇഡ്ഡലിയല്ല, നമുക്ക് ബട്ടൺ ഇഡ്ഡലി, ബുള്ളറ്റ് ഇഡ്ഡലി എന്ന് പറയും, കുഞ്ഞിഡ്ഡലി ഉണ്ടാക്കാം. അതാകുമ്പോൾ പുടുവിനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യാൻ ഒരു 3 വലിയ ടൊമാറ്റോ എടുത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു. അത് ബ്ലാഞ്ചിങ് ആണ്. അതേ ഫ്രണ്ടിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിലൊരു ക്രോസ് പോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കിടന്നാൽ അത് തീ ഓഫ് ചെയ്യുന്നു, പച്ചവെള്ളത്തിലേക്ക് മാറ്റുന്നു. കൂൾ വാട്ടർ, സോ നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരും. എന്നിട്ട് അതിനെ നമുക്ക് പൾപ്പായിട്ട് അരച്ചെടുക്കാം, അത് പ്യൂറി പോലെ. അതാണ് എളുപ്പം. സേ ഹലോ. ഹലോ, അവിടെ നോക്കി പറ ഹലോ. അതായത് പുടുവിനെ കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട, പുടു ഇവിടെ ഉണ്ട്. ഇത് കാണും, ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനെ ചൂടാ. ടൊമാറ്റോ ബോയിലിംഗ് ഇൻ വാട്ടർ തിളച്ചുകൊണ്ടിരിക്കണു, കണ്ടോ? ചൂട് ഇവിടെ കൊണ്ട് ഊസ് കിടക്കാണ്. അയ്യോ വേണ്ട അത് വേണ്ട. ഓക്കെ ഹെൽപ്പ് ഓക്കെ ദിസ് മതി കേട്ടോ. ഫിന എന്താ വേണ്ടേ? സ്പൂൺ. വാട്ട് ദിസ്? പോടാ. ഓ യു വാണ്ട് ദിസ്? ഓക്കെ, പനങ്കൽക്കണ്ട് വേണം ആൾക്കാർ കണ്ടുപിടിച്ചു. ഓക്കെ, പനങ്കൽക്കണ്ട്. പുടുവിന് തരാം. ഓക്കെ, തരാം മോൻ. അത് ഒരു ബൗളിലിട്ട് അമ്മമ്മ തരും. പുടു അത് കഴിച്ചിട്ട് അവിടെ ഇരിക്കണം. അയ്യോ എൻ്റെ ക്യാമറ എൻ്റെ മൈക്ക് എടുത്തോണ്ട് കൂടും. ഓക്കെ ആൽഗി പനങ്കൽക്കണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ പച്ചവെള്ളത്തിലേക്ക് മാറ്റാൻ പോകുന്നു. ഓക്കെ, ഇളകി വരാൻ എളുപ്പമായിട്ട് വരും. ഇത് നോർമൽ വാട്ടർ, ബോയിലിംഗ് വാട്ടർ ഇന്ന് അതിലേക്ക് മാറ്റി. യെസ്, അത് തണുപ്പ് അതൊന്ന് ചൂട് മാറട്ടെ. അപ്പോൾ ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പ്യൂറി ചെയ്തിട്ട് വരാം. അത് റെഡിയാക്കി വെക്കാം. നമ്മളൊരു ടൊമാറ്റോ ചാറ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരച്ചെടുത്തു. ബുള്ളറ്റ് ഇഡ്ഡലി അഥവാ മിനി ഇഡ്ഡലീസിന് വേണ്ടിയിട്ട് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ടായിരുന്നു. 1-2 വട്ടം തട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, അത് ഒരെണ്ണം കാണാനില്ല. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഞാൻ പിന്നെ പുതിയത് മേടിച്ചു. എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ വേണമെന്ന്. എന്നിട്ടൊരു പുതിയൊരു ഇഡ്ഡലി തട്ടും ഇതിന് പറ്റിയത്, അതായത് ഒരു ഹൈറ്റുള്ള ടൈപ്പ്. ഇത് പുതിയതാണ് കേട്ടോ. ഇതൊരു വത്തിക്കൽ, ഇങ്ങനെ നല്ല ഹൈറ്റുള്ളൊരു സംഭവമാണ്. പിന്നെ അതിൻ്റെ അടപ്പ് നോക്കിയേ, നന്നായിട്ട് ഒരു മിൽക്ക് കുക്കറിൻ്റെയൊക്കെ ഒരു പാറ്റേണിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് നൈസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ ഒഴിക്കുന്നില്ല, കാര്യം വെള്ളം മുകളിലേക്ക് വന്നാലും അത് വേണ്ട വിചാരിച്ചു. ബാക്കി ഒരു 4 തട്ടുണ്ടല്ലോ, അതിലെടുക്കും. എണ്ണ തടവാം. എനിക്കും വലിയ ഇഷ്ടമാണ് കുട്ടി ഇഡ്ഡലീസ്. നല്ലോണം തടവി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ നെയ്യ് ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. ഓരോ ടീസ്പൂൺ വെച്ച് കോരി ഒഴിച്ചാൽ മതി കേട്ടോ മാവ്. യെസ്, ദിസ് ഇസ് റെഡി. ഇഡലി ദോശ മാവ് ഇസ് റെഡി. ഇച്ചിരി ഉപ്പ് ചേർക്കണം, നോക്കട്ടെ. ഉപ്പ് കുറവാ. ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ബാറ്റർ തന്നെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഓരോ തട്ടായിട്ട് അകത്തേക്ക് വെച്ചിട്ട് മാവ് ഒഴിക്കാം. കുറച്ച് 1 ടീസ്പൂണിലെടുത്താൽ മതി മാവ്. So cute.
പൊടി ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ കുട്ടി ഇഡ്ഡലിയിൽ നമുക്ക് ചെയ്യാമല്ലോ. ബുള്ളറ്റ് ഇഡ്ഡലി. നല്ലൊരു സിമ്പിൾ സന്തോഷം തോന്നിക്കുന്നൊരു പ്രോസസ്സാണ്. നമുക്കെന്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോൾ കളിക്കുന്ന പോലൊരു ഫീലിംഗാണ് കിട്ടുന്നത്. ഇത് സീരിയസ് കുക്കിംഗ് ആയിട്ട് തോന്നില്ല. ഇറ്റ്സ് എ ഫൺ. അത് ടൈറ്റായിട്ട് അടയ്ക്കാം. ഓക്കെ, ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ സെറ്റാവും. 10 മിനിറ്റ്സ് മതി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ആ സമയം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തക്കാളി ചാറുണ്ടാക്കാം. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. തീ അല്പം കുറയ്ക്കാം. ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. വറ്റൽ മുളക് മുറിച്ചിടും. കറിവേപ്പില, പിന്നെ ഇച്ചിരി ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ വെച്ചെടുക്കാം. വെളുത്തുള്ളി അതുപോലെ ഒരു 1.5 ടീസ്പൂൺ, ഒരു പച്ചമുളക്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ട് സവാളയും കൂടി ചേർക്കാം. ഇതൊരു സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരുപാട് ഫൈനല്ല, എന്നാൽ ഫൈനാണോ എന്ന് ചോദിച്ചാൽ അതെ. വാവ്, അവർ ഇഡ്ഡലി ഈസ് റെഡി. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അടപ്പൊന്ന് തുറന്ന് വയ്ക്കാം. ഇച്ചിരി ഒന്ന് ആവി പൊക്കോട്ടെ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. അപ്പോൾ കളറെല്ലാം മാറി ഒരു ബ്രൗൺ ആകാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. 1.5 മുതൽ 2, അത് എരിവിനനുസരിച്ച് ചെയ്തോളൂ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് ടൊമാറ്റോ പ്യൂരി ചേർക്കുന്നു. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. ലൂസായിട്ടുള്ളൊരു ചാറാണ് ടൊമാറ്റോ ചാറ്. നമ്മൾ രസമൊക്കെ ചെയ്യില്ല, അതുപോലെ കുറച്ച് ലൂസായിട്ട് ചെയ്യും. ഇനിയും വെള്ളം ഒഴിക്കാം. ഇനി ഉപ്പ് ചേർക്കാം. നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറയെ മല്ലിയില ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്താ പെട്ടെന്നല്ലേ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. സാമ്പാറാണോ എന്ന് വെച്ചാൽ സാമ്പാറല്ല, അതേസമയം രസമാണെന്ന് വെച്ചാൽ അതുമല്ല. ഇതൊരു ടൊമാറ്റോ ചാറ് കറി. നമ്മുടെ ബുള്ളറ്റ് ഇഡ്ഡലിക്ക് ബെസ്റ്റായിരിക്കും, ഉണ്ടാക്കാനും എളുപ്പം. അപ്പോൾ ഇഡ്ഡലി എല്ലാം റെഡി. ഇനി നമുക്കത് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡിങ് ഒക്കെ ഈസിയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, അത് ഇളകി വരും. ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഇഡ്ഡലി വേകുന്ന സമയം കൊണ്ട് നമ്മുടെ കറിയും റെഡി. സോ നൈസ്. 15 മിനിറ്റ് മതി കറി ഉണ്ടാക്കാൻ. ഫസ്റ്റ് ലോട്ട് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു സെറ്റും കൂടി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ലോട്ട് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ ചാറ് കറി പാത്രത്തിലേക്ക് മാറ്റാം.
ഈസി ടു മേക്ക് ആൻഡ് ഫാസ്റ്റായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇഡ്ഡലി ദോശയ്ക്കെല്ലാം നല്ല. നമ്മുടെ ബുള്ളറ്റ് ഇഡ്ഡലിക്ക് അടിപൊളിയാണ് ഈ ഒരു മിനിയേച്ചർ ഇഡ്ഡലീസിന്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതതിന് മേളിൽ കിടന്ന് മെൽറ്റ് ചെയ്തോളും, കുഴപ്പമില്ല. സ്പെഷ്യൽ ടേസ്റ്റ് ആൻഡ് മണമൊക്കെ വരും അങ്ങനെ ചെയ്താൽ. നെയ്യ് അങ്ങനെ മെൽറ്റായി ചേർന്ന് കഴിഞ്ഞു. വാവ്, ഇപ്പം മണവും രുചിയും കൂടും. ഓക്കെ, അടിപൊളിയല്ലേ? സെർവിങ് മെത്തേഡായിട്ട് ഞാനിപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ഇങ്ങനൊരു രീതിയിലും കൊടുക്കാൻ പറ്റും. കുറച്ച് ഇഡ്ഡലീസ് എടുക്കുക, ഒരു ബൗളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചാറ് കറി ഒഴിക്കാം. ഇത് സാമ്പാർ ഇഡ്ഡലി അല്ല. സാമ്പാർ ഇഡ്ഡലി ഓൾസോ ഇങ്ങനെ കാണുമ്പോൾ ഇതുപോലെ, പക്ഷേ ഇതല്ല. ഇപ്പോൾ സാമ്പാറിൻ്റേതായ ഒരു പ്രൊസീജിയറും പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റിയും വരുന്നില്ല. യെസ്, അത് സമയം വേണ്ട. സ്മോൾ ദാൻ എനഫ്. ഇതിനെ അങ്ങോട്ട് ആ ഒരു ചൂട് ചാറ് കറിയിൽ കടന്നിട്ട് ഇതിന്ന് കഴിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 പോർഷൻ ആക്കാനായിട്ട് ഇത്ര ഇഡ്ഡലി ധാരാളം മതിയാവും. ഇനി ഒരു സെറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. പക്ഷേ നമ്മുടെ ചാറ് കറി ഇത്രയും മതി, കുഴപ്പമില്ല. കുറച്ച് ഫ്രഷ് മല്ലിയെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, യാ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. ഇനി ഈസി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മളിന്ന്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേക്കേഷന് പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അടുക്കള അടയ്ക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ അടുക്കള തുറക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലഞ്ച് അവിടെയാണ്. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞ് പൊടുമോളൊക്കെ ഡ്രസ്സ് ചെയ്യിച്ച് ഞാനും ഒക്കെ ഡ്രസ്സ് ചെയ്ത് അനുവും ഒക്കെ സെറ്റായിട്ടൊരു പോക്കാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ടു യമ്മി, കാണുമ്പോൾ തന്നെ അറിയാലോ. ആ ചാറ് കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം കേട്ടോ. വിത്ത് ദ ചാർ, സൂപ്പർ. ഇതാണ് ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയൊന്നും ഒരാൾ കഴിക്കാൻ പറ്റില്ല, ഇത് 2 പേർക്ക് കഴിക്കാം. ഇപ്പം എനിക്ക് തോന്നി രണ്ടാമത് ഇഡ്ഡലി വേവിക്കേണ്ട ആവശ്യം വരില്ല. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, എനിക്കിപ്പോഴേ വയറുന്നറിഞ്ഞു. ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും ഉള്ള വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേക്കേഷൻ വിശേഷങ്ങൾ. അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ ഒരു റെസിപ്പി ആൻഡ് എന്താ പറയുക, ഈ ഒരു മേക്കിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഓർ ഈവൻ ഈവനിങ് ഡിന്നർ അങ്ങനെയൊക്കെ ചെയ്യാം, ഹൈ ടീക്കൊക്കെ ചെയ്യാം. ഓക്കെ, ഡ്രസ്സൊക്കെ മാറി സെറ്റ്. ഓക്കെ, അനുക്കുട്ടി ബോട്ടിക്ക് പോയിരിക്കുവാണ്. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് അനുക്കുട്ടി എത്തും. ഉടനെ ഒന്ന് ഡ്രസ്സ് ചെയ്യിക്കണം, നമ്മൾ ഇറങ്ങുന്നു. ഓക്കെ, ഇതൊരു കോട്ട് സെറ്റാണ്. യെസ്, ഐ ആം വെയറിങ്. ഉടവൻ്റെ ഡ്രസ്സിങ് അപ്പാണ് നടക്കുന്നത്. ഹെയർ ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയാകുന്നു. ഷോർട്സ് ആണോ മോളെ? ഷോർട്സ് ആൻഡ് ടീഷർട്ട്. യെസ്. എല്ലാവരും കണ്ണാടി ഫാമിലി ആയിട്ട് പോകും. ഓക്കെ, കൊടുവിൻ്റെ ലോലിപ്പോപ്പ്. ഏതാണ് ഈ സുന്ദരി? വാവ് ബേബി ആൻഡ് മമ്മ ലോലിപോപ്പ്. ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ലോലിപോപ്പാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നുമില്ല. ഇത് ഭയങ്കര സേഫാണ്. അത് ഓൺലൈനായിട്ട് അനു മേടിച്ചാണ്. ഷുഗർ ചേർക്കില്ല, ഹണി ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടി. സെലോപ്പിയ കിഡ്സ് ഹണി യെസ് ബേബി, വെല്ലോപ്പിയ സം ബ്രാൻഡ്. അത് ഓൺലൈനാണ്. ഹണി ചിയേഴ്സ്. ഇങ്ങനെയാണ് ചിയേഴ്സ് പറഞ്ഞാൽ കഴിക്കുള്ളൂ. അതിൽ ഹണി അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. സ്വീറ്റനി അല്ലാതെ ഫ്രഷ് ഓറഞ്ച് ആൻഡ് മാംഗോ എന്നാണ് ഈ ഫ്ലേവർ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്താണ്. കൊടുക്കുന്നതിന് മുന്നേ
നല്ല ടേസ്റ്റ്, നല്ല റിയൽ ആയിട്ട് നമ്മളൊരു ലോലിപോപ്പ് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ആകെ 2 ദിവസത്തേക്കാണ് പോകുന്നത്. പക്ഷെ എന്ത് തിരക്ക്, എന്തുമാത്രം ബാഗേജ് 2 nights. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എത്തുന്നു, ലഞ്ച് കഴിക്കുന്നു, റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്നു, നമ്മൾ അവിടെ റിലാക്സ് ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം മഴ വരികയാണെങ്കിൽ മുറിക്കകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. നാളെ ഫുൾ ഡേ ആൻഡ് മറ്റന്നാൾ തിരിച്ചു വരും. കൂടുവാണെങ്കിൽ റെഡി, ഒരു ബീച്ച് വൈബിൽ നിൽക്കുകയാണ്. വാവ്, ബീച്ച് ഗേൾ. ചേട്ടൻ വരുന്നില്ല ബിക്കോസ് പെരപ്പൻകോട് പിപ്പിക്കോടി പോയിരിക്കുകയാണ്. വീക്കെൻഡല്ലേ, ടുഡേ ഈസ് എ സൺഡേ. ഓ ബേബി, യാ വി ആർ ഗോയിങ്. അമ്മ കാർ എടുക്കട്ടെ അവനെ. അയ്യോ, ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. ഓക്കെ, സണ്ണിന് പോവാണ് നമ്മള്. വി ആർ ഗോയിങ് ടു ഹാവ് ഫൺ. എങ്ങനെ പോണു പറഞ്ഞേ? ഫൺ ഫൺ. Baby and the mama same. മഴ തുടങ്ങി. അതിന് മിക്കവാറും നമ്മൾ റൂമിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്നത്. സംഗീതമുണ്ട് ഫ്രണ്ടിൽ, സബിത. എല്ലാവർക്കും റിലാക്സേഷൻ. ഒന്നും ഉണ്ടാക്കണ്ട, കഴിക്കാം കിടന്ന് ഉറങ്ങാം. യെസ്, ട്രാവൻകൂർ ഹെറിറ്റേജ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ട്രാവൻകൂർ ഹെറിറ്റേജ് കോട്ടേജ്. പൂളുവില്ല, വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പൂടുവിനെ സൂക്ഷിക്കാൻ പാടാം. പൂളുവില്ലല്ലേ പോയാൽ എപ്പോഴും ഡേഞ്ചർ. ദേ വരണു. ഞങ്ങൾ അവിടുത്തെ ബഗിയിൽ വന്നു. നമുക്കിപ്പോൾ സീ വ്യൂ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കോട്ടേജസ്, സോളാർ കോട്ടേജസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമായിരിക്കും. ഓക്കെ, ഞാൻ വീണ്ടും വരാം ഇതുവഴി. ഓക്കെ, സംഗീതയും സബിതയും തൊട്ടുമേൽ കാണുന്ന ബിൽഡിങ്ങിൽ അവിടെ ഒരു റൂം അവർക്കും പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഉറങ്ങാൻ മാത്രം പോയാൽ മതി. ഫുഡ് ഇഷ്ടമായോ? ദമയന്തിയാണ് ബാക്കിൽ, കണ്ടല്ലോ, അരയണ്ണം. ഇത് കണ്ടോ, നൈസ് ഫുഡ്. അയ്യോ, ഇതേ പുഴുവെല്ലാം എടുത്തു കളഞ്ഞു. ഡെക്കറേഷൻസ് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം വലിച്ചു വാരി. ആ റീലെടുക്കാനുള്ള എല്ലാം പോയി കിട്ടി. ഇറ്റ്സ് എ നൈസ് ബെഡ്. താഴെ പോരുത്. ഫുഡ് കം. വാട്ട് ഈസ് ദിസ് ഫുഡ്? ഇതെന്താണ്? സ്വാൻ. വാട്ട് ഈസ് ദാറ്റ്? സ്വാൻ. യാ, ദമയന്തി സ്വാൻ. ഇവിടെ നമുക്ക് കട്ടിലും സ്വാൻ. ഓക്കെ, ഇവിടെ നമുക്കൊരു ആട്ടുകട്ടിലുണ്ടോ. ദേ ഇത് നോക്കാം. അമ്മാമ എവിടെ ഇരിക്കുന്നേ നോക്കി. ഓ, ഇപ്പൊ കടലിങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. കാണാം പക്ഷേ. ഓക്കെ, ആ ബ്ലൂ കണ്ടില്ലേ? ദിസ് ഇസ് അവർ വ്യൂ. ഞങ്ങൾ സ്വിങ്ങിലിരിക്കുവാണ്. ആട്ട് കട്ടിൽ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് പോകും. ഓക്കെ. ഓ, ഇതാ പൊടു പോയി. അനു ഇതാ പോണു ഹാമോക്കിൽ കിടക്കാൻ. ദേ പോണു. ഗുഡ് നൈറ്റ് ഫുഡു. ഗുഡ് നൈറ്റ്. അത് കൊള്ളാം കേട്ടോ. നമ്മൾ ഓക്കെ, ഒരു റീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറ്. ഇത് ആക്ച്വലി ഭയങ്കര രസമുണ്ട്. ഭയങ്കര കോസി ആൻഡ് ബ്യൂട്ടിഫുൾ. റിലാക്സ് ചെയ്യാൻ പറ്റിയത് സംഭവം. മഴ വന്ന് രാവിലെ ഇപ്പോൾ ചാറി പോയി, ഇപ്പോൾ ഇല്ല. ഇനി കുറച്ച് മഴ വരുമ്പോൾ ഒന്ന് ആലോചിക്കും ഇവിടുത്തെ വൈബ്. നമ്മുടെ തറവാട് വീട് പോലെ, തറവാട് മുറ്റത്തേക്ക് ചെയ്ത് മഴ കാണുന്ന കാഴ്ച. ഞാനിങ്ങനെ നമ്മുടെ ഇതിലിങ്ങനെ സ്വിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളവിടെ ഹാമോക്കിൽ. നല്ല രസമുള്ള ആക്ടിവിറ്റീസ്. ഇവരും വളരെ ഹാപ്പിയാണ്. അവർക്ക് ഈ കടലെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. നൈസ്. ഇപ്പോൾ സൺ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഒരു ലൈറ്റ്, മാൽഡീവ്സിലൊക്കെ ഒരു കളർ പോലെ ലൈറ്റ് ബ്ലൂ. സ്വിങ്. അപ്പോൾ ടോട്ടൽ റിലാക്സേഷൻ ആൻഡ് റെജുവിനേഷൻ ആണ് ഈ വീക്കെൻഡ്. നമ്മൾ വീക്കെൻഡ് എന്ന് പറയാൻ പോല, സൺഡേ ആൻഡ് മൺഡേ അങ്ങനെ എടുത്തിരിക്കുന്നത്. സോ ട്യൂസ്ഡേ മോർണിംഗ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വിൽ ലീവ് ദിസ് പ്ലേസ്. എന്ത് രസമല്ല. ഞാൻ വിചാരിക്കുന്ന ഒരു പില്ലോ കൊണ്ടുവന്നിട്ട് ഇവിടെ അകത്തത് എടുത്തിട്ട് വന്ന് ഇവിടെ കിടക്കാം. അത്ര രസം. മഴ വരട്ടെ. മഴ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാം. മഴ കണ്ടുകൊണ്ടിങ്ങനെ കിടക്കാം. എന്തായാലും മഴ പെയ്യും എന്നെപ്പോഴേലും. പിന്നെ സതീഷും ഫാമിലിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, മക്കളും വൈഫും എല്ലാം ആയിട്ട്. അപ്പോൾ അവരുണ്ടാവും ഏതെങ്കിലും ഒരു കോട്ടേജിൽ. കമ്പനി ഉണ്ട്. ഓക്കെ, എന്ത് രസമല്ല ഇങ്ങനത്തെ തറവാട് വീടുകൾ. പഴയ തറവാടൊക്കെ പൊളിച്ചിട്ട് കൊണ്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അതല്ലാതെ അങ്ങനെ ഓൾ കോട്ടേജസ് ആർ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നൈസ്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകണു. ഇപ്പോൾ വെയിലാണ്, മഴ മാറി. ദാറ്റ്സ് എ ഡൈനിങ് ഏരിയ. ഞങ്ങൾ അങ്ങോട്ട് പോവാം. രസമല്ലേ? ഇങ്ങനൊരു കുഞ്ഞ് തറവാടാണെങ്കിൽ ഇതുപോലൊരു
വീട് നമുക്കുണ്ടെങ്കിൽ താമസിക്കാൻ രസമാണ്. ഓ യെസ്, നൈസ് കട്ടിങ് ഫോർക്ക് ആൻഡ് നൈഫ്. ഫുഡ് യമ്മി ഫുഡ് കഴിക്കാൻ വന്ന ഫുഡുമാണ്. എല്ലാവരും ഉണ്ട്, ഫുള്ളാണ്, ആൾക്കാരുള്ള ദിവസമാണ്. ഇറ്റ്സ് എ വീക്കെൻഡ്, സൺഡേ. യു ലൈക്ക് ഇറ്റ്? I like it beautiful. Water. Okay. ഫുഡിന് സൂപ്പിൽ നിന്ന് തുടങ്ങാം. വാട്ടർമെലൻ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ സ്ഥലത്തു നിന്നുള്ള മാമ്പഴത്തിൽ നിന്നാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നതും ഇനിയും മാംഗോ ജ്യൂസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്ത കാര്യങ്ങൾ: കപ്പ, മീൻകറി, പൊറോട്ട, പെപ്പർ ചിക്കൻ. ഓ ബട്ടർ ഞാൻ വെച്ചുതരാം. നോട്ട് ഇത് ഇവരുടെ തന്നെ മാങ്ങ, ഇവിടുത്തെ മാവിൻ്റെ. യെസ്, ബട്ടർ കൈസാ ഹേ? അച്ഛാ അച്ഛാ. ചോറിൻ്റെ പാസ്ത വേസ്റ്റ്, നൂഡിൽ വേസ്റ്റ്. ഇത് പറയുന്നു സ്പൈസി. ഇതെൻ്റെ കേർഡ് റൈസ് വിത്ത് അച്ചാർ. ഡിസേർട്ട്സ് എത്തിക്കഴിഞ്ഞു. ഭയങ്കര നല്ല സ്പ്രെഡാണ് ഡിസേർട്ട്സ്. ചെൻ്റെ കോക്കനട്ട് മൂസ് ആയിരുന്നു അല്ലേ ഒരു കാര്യം. പിന്നെ ക്യാരമൽ കസ്റ്റർഡ് ക്രീം ക്യാരമൽ. ദെൻ ചോക്ലേറ്റ് കേക്ക്, ബ്രൗണി. ഓക്കെ, ബ്രൗണി, ഐസ്ക്രീം, പായസം ഉണ്ട്, അട. ഓക്കെ, അട പായസം, കട്ട് ഫ്രൂട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ പാപ്പനൊക്കെ ഇഷ്ടം. After lunch, going back. This is Devan. അതാ അടുത്ത ആള് സൂര്യൻ, സതീഷിൻ്റെ മക്കൾ. ആക്റ്റീവ് കിഡ്സ്. വി ആർ ഗോയിങ് ഡൗൺ. റൂമിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇത് രസമല്ലേ ഈ തറവാട് വീടുകളെല്ലാം? കുറേ തറവാട് വീടുകളുടെ ഒരു കോളനി പോലെ അല്ലേ? എന്ത് രസം. അവിടെ കടലും, ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ്, വെറൈറ്റീസ്. ചക്ക മോനെ നോക്കൂ. സോ മെനി ചക്കാസ്. ഇതുണ്ടോ ചെറിയൊരു പ്ലാവിൽ എത്ര ചക്കയാണ്. നമുക്ക് കൈയെത്തി പിടിക്കാവുന്ന എന്ത് വെറൈറ്റിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ചോദിക്കാം. യെസ്, നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കടലും കണ്ടത്. എൻ്റെ കൂടെ സതീഷിൻ്റെ വൈഫും കുട്ടികളും ഒക്കെ ഇങ്ങനെ നടന്നു വരികയാണ്. അവരിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് താഴത്തെ കോട്ടേജിലുണ്ട്. എത്ര വെറൈറ്റി ഫ്ലവേഴ്സ് കാണണം ഇവിടെ. ഇതൊന്ന് ഉണ്ടോ, വയലറ്റ്. ദിസ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ വൺ. ഇവിടെ വേറെ തെറ്റി, ചെമ്പകം. ഇപ്പോൾ ഈവനിങ് ടൈം, സൺസെറ്റ് ആവാറൊക്കെ ആയി വരണു. എന്തായാലും വെയിലിൻ്റെ കാഠിന്യമൊക്കെ പോയി. നൈസ്, ഇറ്റ്സ് എ നൈസ് ക്ലൈമറ്റ്. കൂടുമെല്ലാം പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സംഗീതയുടെ കൂടെ ഞാനും കൂടി വന്നു. ഓക്കെ, സീ കാണാം. എന്ത് ഭംഗിയല്ലേ. ഇത് ചൊവ്വര ഭാഗമാണ്. ചൊവ്വര ബീച്ചിൻ്റെ ആ സൈഡാണ്. യെസ്, കമ്പഴങ്ങ മരം നോക്കിയേ, നിറയെ കാഴ്ച കിടക്കുന്നു. ഇത് ബൊൺസായി ടൈപ്പാണ്, അധികം പൊങ്ങില്ല. ഇത് പറിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ, നിറയെ ഉണ്ട്. ഫുൾ അമ്പഴങ്ങ. അയ്യോ നൈസ്. അത് വലുതായിരിക്കും നോക്കി, പറിക്കാണ്ട്. ഫുഡ് പൂളിലൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകിയിട്ടാണ് വരുന്നത്. നോക്കട്ടെ കുഞ്ഞെ, ഫ്ലവർ, ലെറ്റ് മീ സീ. വാവ്, ബ്യൂട്ടിഫുൾ. Pudu dress and the flower color same. What color? Yellow. And what is the color of your dress? Dress and damode. Yellow. So yellow same. വെട്ടുകല്ലാണ് നടപ്പാതകൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ്, നിറയെ പൂക്കുന്ന മരങ്ങളുണ്ട്. വാവ്, അതൊരു കളർ, ഇതൊരു കളർ. നൈസ് വെറൈറ്റി ഫ്ലവേഴ്സ്, കളർ കോംബോ. ഓക്കെ, ഇതെന്ത് പൂക്കളാണെന്ന് എനിക്കറിയില്ല. നൈസ്. ഇതൊക്കെ ബെഞ്ചസ് ഉണ്ട്. നമുക്ക് അവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ആ കടൽ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. സോ നൈസ്. ഹാമോക്സ് ഉണ്ട് എല്ലായിടത്തും. നല്ലൊരു നെല്ലി മരം നോക്കിയേ, സോ ബിഗ്. സമയം 5:22. ഇപ്പോൾ തന്നെ ഒരു ഇങ്ങനെ എന്താ പറയുക, സൺസെറ്റ് ആവുന്ന പോലെ സൂര്യനൊക്കെ പോയ ഒരു ക്ലൈമറ്റ്. ഓക്കെ, നല്ല കാറ്റ്. ചെടികളെല്ലാം ഇങ്ങനെ ആടി ഉലയുന്നു. ഇവിടെ ഊഞ്ഞാലുണ്ട്. ആ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് കൊടു. അവിടെ വീഴാൻ പോകും. എന്ത് ക്യൂട്ടല്ലേ ഈ തറവാട് വീടുകളൊക്കെ. സോ ബ്യൂട്ടിഫുൾ.
ഇവിടെ അത്യാവശ്യം വീണാലും കുഴപ്പമില്ല, പുല്ലൊക്കെ വളർന്നിരിക്കുന്നത്. അങ്ങനെയല്ലേ, വീണെടുക്കില്ല. Nice. 1, 2, 3, go. Put in the swing. അത് ബാക്ക്ഗ്രൗണ്ട് സീൻ. ഇപ്പോൾ ചായയും പഴംപൊരി ലൈം ജ്യൂസൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെ റൂമിൽ. ഞാനും അവിടെ റൂമിൽ റെസ്റ്റ് എടുക്കും. ഓക്കെ, ഇതൊരു മാവിൻ്റെ ചോട്ടിലാണ്. ഇത് വലിയ മാവാണ്. ഇത് ഒന്നല്ല, ഒരു മാവും ഒരു പുളിമരവും എൻ്റെ നടുക്കടി ഭാഗം. ബനാന ഫ്രൈയും ലെമൺ ജ്യൂസും വന്നു എന്ന് പറഞ്ഞപ്പോൾ അതേ പോണു. We are going for dinner. Yes, Pudu. ഇതാണ് നൈറ്റ് ആംബിയൻസ്, ഫുൾ ലൈറ്റ്സ് അവിടെ. രാത്രിയുള്ള പൂൾ ആംബിയൻസ് നോക്കി. അത് ഡൈനിങ് ഏരിയ കേട്ടോ. അവിടെ ഇച്ചിരി തിരക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആയിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഏതാണ്ട് അവിടെ എത്താറായി. ഇവിടെ മോസ്റ്റ് ഓഫ് ദി കോട്ടേജസിലും ഇതുപോലെ ഒരു ആട്ടുകട്ടിലുണ്ടാകും ഫ്രണ്ടിൽ. അതൊരു നല്ല കോൺസെപ്റ്റാണ്. Nobody is in the pool, see? Oh no, empty pool. ആരുമില്ല മോനെ. ഈ ഭാഗത്ത് ആൾക്കാർ കുറച്ചേ ഉള്ളൂ കഴിക്കാനായിട്ട്. ബാക്കിൽ ബുഫയാണ്. ആക്ടിംഗ് പൂൾ. ഓക്കെ, ബാക്കിൽ അവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു മിഡിൽ പോർഷൻ. സൂപ്പ് ഇടൂ, മഷ്റൂം സൂപ്പ്. അവിടെ സംഗീതയും സബിതയും ഫുഡ് എടുക്കണു. അനുക്കുട്ടി സരസ്വതിക്കും ഫുഡ് കൊടുക്കൂ. അത് കഴിഞ്ഞിട്ട് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്നു. ഓക്കെ, നൂഡിൽസ്, റൈസ്, ടൊമാറ്റോ സോസ്. ഫുഡിന് കുറച്ച് ഈ നൂഡിൽസ് എല്ലാം ഇങ്ങനെ കുറച്ച് സ്വന്തമായിട്ട് കഴിക്കാനല്ല അറിയാം നന്നായിട്ട്. ഇവിടെ ഷെഫ് സ്പെഷ്യലാണ് ഇന്നത്തെ ബുഫേ കൂടെ. നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഷ്രിംസ് കൊണ്ടുള്ള മോമോസാണ്. ഷ്രിം മോമോസ്. യെസ്, നൈസ്. സതീഷൻ ഫാമിലി സംശയം ആ ടേബിളിലാണ്. അച്ഛനും വന്നിട്ടുണ്ട് സതീഷൻ. അതെൻ്റെ പ്ലേറ്റ്. ക്രം ഫ്രൈഡ് ഫിഷ് ഉണ്ട്, പാസ്ത, ക്രീമി പാസ്ത, നൂഡിൽസ് എല്ലാം. ഫയറി പൊട്ടറ്റോസ്. ചിക്കൻ എടുത്തില്ല, ചിക്കൻ ഉണ്ടായിരുന്നു വറുത്തരച്ചത്. നല്ലൊരു കേർഡ് റൈസ് ഉണ്ടായിരുന്നു, അത് തന്നെ ലാസ്റ്റ് എടുക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു സ്ലീപ്പ്. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഡേ. രാവിലെ ഇപ്പോൾ ഒരു 7 മണിക്ക് എഴുന്നേറ്റു. പക്ഷേ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്ന 7:30. ഇന്നലെ പൂളിൽ പോയതിൻ്റെ ബഹളമാണ്. അത് ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുകയാണ്. യെസ് ബേബി. അബി വന്നിട്ടില്ല. അബിയും സംഗീതയും എത്തിയില്ല. അവരിനി ഫ്രഷായിട്ട് വരും. അവർ വേറെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ കുറച്ചുകൂടെ ആ ബിൽഡിങ്ങിലാണ്. ഓക്കെ, ബാക്കിൽ. ആക്ച്വലി ഞാനും പുടുവും 7 മണിക്ക് എണീറ്റു. ഓട്ടോമാറ്റിക്കലി ഞാൻ എഴുന്നേക്കണമല്ലോ. ഓക്കെ, അങ്ങനെയാണ് സംഭവം. എന്നിട്ട് മോർണിംഗ് വാക്ക് ഒരു 7:30 അതുവരെ പിടിച്ച് നിർത്തി. അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ കിടന്ന ബഹളമാണ്. നമ്മൾ നടന്ന് പോവാം. മോർണിംഗ് സീ വ്യൂ. ഇറങ്ങുമ്പോൾ തന്നെ സീ കാണാമല്ലോ. ഇവിടെ ഇങ്ങനൊരു ബിൽഡിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ 1-2 ബിൽഡിംഗ് ഉണ്ട്. അതായത് 2-3 നിലയായിട്ട് റൂംസായിട്ട് കൊടുക്കുന്നത്. നല്ല കടൽ കാഴ്ചയെല്ലാം കാണാമല്ലോ രാവിലെ തന്നെ. രസമാണ് രാവിലെ, കാര്യം കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. പുഴു കണ്ടിട്ട് അതവരുടെ അച്ഛനൊരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു തോളത്ത് വെച്ചിട്ടേ. ഐ വോണ്ട് ടു ഗോ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എടുക്കാൻ പറയുക. അമ്മ കൗച്ചി. അയ്യോ മോനെ പറ്റില്ല. ഒരുപാട് കിളികളുണ്ട്. എന്താ പറയുക, പീകോക്കിൻ്റെ സൗണ്ടും കേൾക്കാം. എന്താ പറയുന്നത്, കാക്കയല്ല, അല്ലാണ്ട് കുറേ ബേർഡ്സ് ഉണ്ട്.
ഉപ്പനെന്നൊക്കെ പറയുന്ന ബേർഡില്ല, അതെല്ലാം ഉണ്ട്. ഓ മോനെ, അവനെ അതുപോലെ എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഓ നോ ബേബി, എടുക്കാൻ പറയുവാണേ. കൊടു. അയ്യോ, ബ്യൂട്ടിഫുൾ. അവിടെ ഈ കരവടി എന്ന് പറഞ്ഞുള്ള മീൻപിടുത്തമൊക്കെ നടക്കണം ഈ സമയത്ത്. ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ എവിടെയാ പോണ്ടേ? എടുക്കാൻ ആളെ കിട്ടിയല്ലോ. യാ സ്വിങ്. അവിടെ ഊഞ്ഞാലിലും അടന. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ബഹളം. എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ വരും. അതാണ് കുഞ്ഞിന് മനസ്സിലാവില്ലല്ലോ. ബേസിക്കലി ഇവരുടെ ഹെൽപ്പ് തന്നെ അങ്ങനെയാണ്. ദാറ്റ് ഈസ്, എനിക്ക് ബാക്കിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഹെൽപ്പറിനെ, ഒരു നാനി പോലെ ഒരാളെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, ഊഞ്ഞാലാടി തുടങ്ങി. ഓക്കെ, ഹാപ്പി ആയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കൈരളിയുടെ ഓണം സ്പെഷ്യൽ പായസം വെക്കി ഇതിലേതോ ഒരു തറവാടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് നമ്മൾ സെറ്റാക്കി. അവിടെ ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഇതെൻ്റെ ഏറ്റവും പഴയ മൊബൈലാണ്. അയ്യോ ചേച്ചി ഇത് മാറ്റും എനിക്ക് മാറ്റാൻ തോന്നുന്നില്ല, ബിക്കോസ് ഓഫ് സെൻറ്റിമെൻറ്റ്സ്. ഇതിൻ്റെ കവർ മാറ്റിയാൽ നല്ല ഭംഗിയാവും. ഓക്കെ, ഒരു ന്യൂ ഫേസ് കിട്ടും. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. നമ്മളെപ്പോഴെങ്കിലും ഒരു വീടിങ്ങനെ ഒരു നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടി കൂടുതലുള്ള സ്ഥലത്തോ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള തറവാട് സ്റ്റൈലിൽ തന്നെ കെട്ടണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ആ ആംബിയൻസിന് ചേരുന്നത് ഇത്തരം ബിൽഡിങ്സാണ്. ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ. ഒരു 1 bedroom ആയാലും കുഴപ്പമില്ല, ഇതുപോലെ കെട്ടിയാൽ മതിയല്ലോ. ഇത് പഴയ തറവാട് ഏതെങ്കിലും കുറച്ച് പൊളിക്കുന്ന സ്ഥലത്ത് പോയി മേടിച്ചിട്ട് റീഅസംബിൾ ചെയ്യണം. അതേ അവിടെ തകർക്കുന്നു. ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഓക്കെ, അഗൈൻ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഓൾസോ ബുഫേ. പൊതുവെ എല്ലാവർക്കും ഹോട്ടൽസിലൊക്കെ താമസിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. രാവിലെ നല്ല കുറേ സ്പ്രെഡ് ഉണ്ടാവും, നമ്മുടെ ചോയ്സിന് കഴിക്കാം. ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടി ബുഫയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത് പുടു ഹലോ കിറ്റി ഇടുമ്പോൾ അമ്മാമ്മ സെയിം ഇടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മേടിച്ചാണ് ഹലോ കിറ്റി ടീഷർട്ട്. ഇത് ഞങ്ങളുടെ നൈറ്റ് വെയർ ആയിട്ട്. രാത്രി പുടുവും പിങ്ക്, ഞാനും പിങ്ക്, ഹലോ കിറ്റി. അനുകുട്ടി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സോ വി ആർ വെയിറ്റിംഗ്. അനുകൂടെ എഴുന്നേറ്റ് ഒരു 8:30-9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വെരി സമ്മി for the Mickey Mouse. Yes. Okay. ഇറങ്ങി ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ. അനുക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ലില്ലി പോണ്ട്. കുറച്ച് സ്ഥലത്ത് തന്നെ ഇങ്ങനെയുണ്ടോ ലില്ലി പോണ്ട്. ഇതൊരു എക്സസൈസ് ആണല്ലോ, പടി കയറുക, നടക്കുക. മോർണിംഗും കുറച്ച് എക്സസൈസ് ചെയ്തു. ലാസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്, ആനന്ദം ആയുർവേദിക് സെൻറ്റർ. സെപ്പറേറ്റ് എൻക്ലോഷറാണ്. ഇതെല്ലാം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റിസോർട്ടായി മാറുന്നൊരു ഭാഗമാണ് ആയുർവേദിക് സെൻറ്റർ. ഇതിനകത്ത് തന്നെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ആരുമില്ല. ഫുഡ് ഈറ്റിംഗ് യമ്മി ബ്രേക്ക്ഫാസ്റ്റ്. ബട്ടൂര, സാൻഡ്വിച്ച്, ഇഡ്ഡലി, എഗ് വൈറ്റ്, വാനില മിൽക്ക് ഷേക്ക്. അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സതീശ ഫാമിലി അപ്പുറമുണ്ട്. ഞാൻ എടുത്തില്ല, ഞാൻ ഇവരെല്ലാം കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. ഇവർ രണ്ടും കഴിഞ്ഞ ഫുഡും കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. ബിക്കോസ് അവർ ഫ്രീ ആയാലേ ഞാൻ കഴിച്ചു തുടങ്ങി ഫുഡിനെ ഇറക്കാൻ പറ്റുള്ളൂ. നല്ല സ്പ്രെഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് വെരി നൈസ്. ഉപ്പുമാവുണ്ട്, പൂരി, ബട്ടൂര ഇസ് ദയർ, ഇഡ്ലി ഇസ് ദയർ. പിന്നെ ഹോട്ട് ദോശാസ് ഉണ്ടാക്കുന്നുണ്ട്, ലൈവ് സ്റ്റേഷൻ, പ്ലസ് ചീസ് ഓംലെറ്റ്, അങ്ങനത്തെ എല്ലാം ലൈവ്. ഓക്കെ, എനി ടൈപ്പ് ഓഫ് ഓംലെറ്റ്. പിന്നെ salted banana and honey and ghee, sandwiches, breads, pastries, എല്ലാം ഉണ്ട്. ഫുഡാണെങ്കിൽ കഴിക്കാൻ വരുന്നതിന് മുന്നേ യമ്മി ഫുഡ് എന്ന് പറയും. കഴിച്ച് കഴിയുമ്പോൾ യക്കി ഫുഡ് എന്ന് പറയുമ്പോൾ മതിയാവുമ്പോൾ യക്കി എന്ന് പറയാനേ അറിയുള്ളൂ. ടമ്മി ഫുൾ. ഓക്കെ, ടമ്മി ഫുൾ ഒന്നും കഴിച്ചില്ല. പിന്നെ മിൽക്ക് കുടിച്ചു, മുട്ടയുടെ ഒരു വൈറ്റ് കഴിച്ചു, ഒരു മുട്ടയുടെ. പിന്നെ ഇച്ചിരി ഇഡ്ഡലിയുടെ ഒരു അറ്റം,
പിന്നെ ബട്ടൂരയുടെ ഫിഷ് ഒരല്പം. ഓക്കെ, അതെല്ലാം വെറുതെ വാങ്ങിക്കുന്നത്, വെറുതെ വാങ്ങിക്കുന്നത് വേണം. എല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് മതിയായി. ഓക്കെ, ലൈവായിട്ട് ഒരു ഗീ റോസ്റ്റ്, ഒരു ചീസ് ഓംലെറ്റ്, ഇത് പൊടു എല്ലാം കളഞ്ഞിട്ട് പോയി അവരെ കഴിച്ചിട്ട്. അപ്പോൾ തിരക്ക് കൂടി ഇവിടെ. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി, റൂമിലെത്താറായി. യെസ്, വി ആർ ബാക്ക്. വെയിൽ വന്നു തുടങ്ങി. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഉച്ചയായപ്പോൾ നല്ല മഴ. നൈസ്. ഓ, അതിമനോഹരമായ കാഴ്ചയാണിത്. ഇത് മഴ വരുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് മാറി. ഓ, മാംഗോ ജ്യൂസ് കുടിക്കുന്ന കുട്ടി എവിടെ? സ്വിങ്ങിലിരുന്ന് മാംഗോ ജ്യൂസ് കുടിക്കുന്ന കുട്ടി എവിടെ? പുടു പുടു നോക്കണ പോലും ഇല്ലല്ലോ. ഇതെന്ത് മാംഗോ ജ്യൂസ് കുടിയത്? ഓക്കെ, അത് ഇവരുടെ ഇവിടുത്തെ മാംഗോയിലുള്ള ജ്യൂസാണ്. പുടു, യെസ്. പുടു, അമ്മി, അമ്മമ്മ. ഇവിടെ ഒരു പീക്കോക്ക് കിടന്ന് കറങ്ങുന്നു. ലെറ്റ്സ് സീ, ഓടുമോന്നറിയില്ല. അടുത്ത് ചെല്ലുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ മെയിൽ പീക്കോക്കാണ്. അതിനാണല്ലോ സൗന്ദര്യം. വാ, എന്നെ കണ്ടാൽ ഓടും ഇപ്പം മിക്കവാറും. സീ, ഇന്ന് നല്ല വാല്. ഹലോ, നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ സീൻ. ഹായ്. ബോയിച്ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പൊടു ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്കുള്ള സ്മോൾ നാപ്പ്. അയ്യോ, ഒരു നൃത്തമാടുമോ? ഹായ്, നൈസ്. എന്തൊരു സൗന്ദര്യമല്ലേ ഇതിനെ കാണാൻ. എൻ്റെ ദൈവം, ഓടുന്നു. ഫ്രീ ആയിട്ട് നടക്കുക, അങ്ങനെ പേടിയൊന്നുമില്ല. ആശാന് പീക്കോക്ക്. പൂച്ചേട്ടൻ അവിടെ ഇരിക്കുവാണേ. അപ്പോഴാണ് ഈ പീക്കോക്ക് ഇതുവഴി നടന്നു വരുന്നത്. അതെ അവിടെ, അയ്യോ അതെ പറന്നതേ റൂഫിനെ വെളി കയറി. അവിടെ നോക്കിയേ, നമ്മുടെ സബിത അവരെല്ലാം അവിടെയാണ്. ആ കോട്ടേജിലാണ് മേളിൽ. റൂഫിലോട്ട് കയറി നോക്കിയേ. ആഹാ, എവിടെ പോടൂ? ചേട്ടൻ ഇസ് ബിസി. പൊടു ഉണങ്ങുന്നുണ്ട്. ഇനി ഉണങ്ങിട്ട് കളിപ്പിച്ചിട്ടേ പോടൂ. ഇവിടെ വെച്ചാൽ മതി. താങ്ക് യു. വെൽക്കം. ഈവനിങ് ടീ ആൻഡ് സ്നാക്സ്. യെസ്, ദിസ് പക്കോഡാസ്. ഓക്കെ, ഡിഫറെൻ്റ്. ഒരു വിത്ത് ചട്നി, പിന്നെ പഴംപൊരി. ചായ എടുക്കട്ടെ? ചായ. ഓണിയൻ പക്കോഡാസ് ആണെന്ന് തോന്നുന്നു. അത് മിക്സ്ഡ് വെജിറ്റബിളാണ്. മിക്സ്ഡ് വെജിറ്റബിൾ പക്കോഡാസ്. ഞാൻ ആട്ടുതൊട്ടിലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. എല്ലാം ഉണ്ട് കേട്ടോ, ക്യാബേജ് എല്ലാം ഉണ്ട്. പുടു സ്ലീപ്പിംഗ്. അനു ആൻഡ് പുടു. ഞങ്ങൾ വെയിറ്റിംഗ്. പുടു എഴുന്നേറ്റിട്ട് വേണം അപ്പൂപ്പിന് ഇട്ട് ഇനി കുറച്ച് നേരം കളിക്കാം. പുടുവിന് സർപ്രൈസ് വരുന്നു. അതെ, സർപ്രൈസ് കൊടുക്കാനാണ് വന്നത്. പരപ്പ കൊടുന്ന് നേരത്തെ എത്തി. സതീഷ് വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തോണ്ട്. ബിജിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്. ഫൈനലി പുടുമോൾ എഴുന്നേറ്റു. അപ്പൂപ്പിന് അപ്പോൾ നമ്മൾ സബിതേനെയും സംഗീതനെയും റെസ്റ്റ് എടുക്കാൻ വിട്ടിരിക്കുകയാണ്. അവരും വന്നു. അവർ സ്വിങ്ങിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ അപ്പൂപ്പൻ കൂടെ പോയിരിക്കുന്നു. ഞാൻ പിന്നാലെ പോകാമെന്ന് വിചാരിച്ചു. ഓ, മഴ ചാറുന്നു തോന്നുന്നു. ചെറുതായിട്ട് ചെറിയ ഡ്രോപ്ലെറ്റ്സ് പോലെ വീഴുന്നു. ഓ യെസ്, ഇപ്പോൾ പെയ്യുന്നു. ഇത് തുടങ്ങി ചെറുതായിട്ട്. ഓക്കെ, ഇനി അതേ നേരം പറ്റും തോന്നുന്നില്ല. അകത്ത് കയറാം. നമുക്ക് എന്തായാലും വരാണ്ടിരുന്ന് കാണാമല്ലോ. അകത്തിരുന്ന് നല്ല മഴ ആസ്വദിക്കാം. മഴ പെയ്താലും സന്തോഷം, പെയ്തില്ലെങ്കിലും സന്തോഷം. എല്ലാം ഓക്കെ. 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങാണ്. നല്ല രസം. നാളെ രാവിലെ തിരിച്ചു. അയ്യോ, അതെ മഴ പെയ്യുന്നു. ഓ, ബോച്ചേട്ടോടെ തല ഒലിക്കൊണ്ടിരിക്കണു. ഓക്കെ, അത് ശരിയാണ്.
ഇവിടെ ലിഫ്റ്റിൽ കയറി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം ആ മേളിൽ നിന്നാണ് കേട്ടോ വന്നത്. ഒരു 3 നില താഴേക്ക് വരണം. അന്നേരം ഇതൊരു ഏരിയ ഉണ്ട്, റൂംസും. ഇവിടെ വേറൊരു പൂൾ ഏരിയ, പിന്നെ ഒരു പ്ലേ ഏരിയ എല്ലാം ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതുവഴിയാണ് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പുറം സോമതീരം. ഓക്കെ, ഇവിടെ നിന്ന് ആ റോഡിലൂടെ പോയാൽ നേരെ റോഡ്, അതിൻ്റെ അപ്പുറത്ത് ബീച്ച്. ഒടുവിനെ കളിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അവൻ്റെ ഷോർട്സ് എടുക്കാൻ പോയി, ഷോർട്സും ടീഷർട്ടും. അവർ രണ്ടുപേരും മേളിലേക്ക് പോയിരിക്കാം. ഹബി ആൻഡ് സബീൻ. വെള്ളമാണോ കുഞ്ഞെ? മഴ പെയ്തിട്ട് നടന്ന് സൈഡിൽ കുറച്ച് ലോ ആയിട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ, അവിടെ നടക്കാൻ പറ്റും. എപ്പോഴും ജസ്റ്റ് കാല് വെച്ചിട്ടുള്ള കലാപരിപാടിയുള്ളൂ, ഇറങ്ങുന്നില്ല. ടുഡേ ഇസ് നോട്ട് എ വീക്കെൻഡ്. ഇന്ന് ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, അത് കാരണം ഈ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ഈ ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് ഇവിടെ, അതായത് പകൽ മോർണിംഗ് ടു ഈവനിങ് ഡേ സ്പെൻഡ് ചെയ്യുന്ന പരിപാടി. അതൊരു പാക്കേജ് പോലെ ചെയ്യുന്നു. അതാണെങ്കിൽ ഈ പൂളൊക്കെയാണ് അവർ യൂസ് ചെയ്യണം. ഒരുപാട് പേരുണ്ടാവും ആ സമയത്ത്. യു ലൈക്ക് ഇറ്റ്? ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഡ്രസ്സ് മാറ്റുന്നോ? യു ചേഞ്ച് യുവർ ഡ്രസ്. താഴെ വെള്ളമെത്തി. ഇവിടുത്തെ പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുടുവിന് ഇറങ്ങാൻ അവസരം കൊടുക്കും. പുടുവിന് താഴെ ഭയങ്കര ബഹളമായിരുന്നു ആ പൂളിൽ ഇറങ്ങാൻ. ഇത് കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. മറ്റത് ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. യെസ്, ദ സ്വിമ്മിങ് ബേബീസ്. അനുക്കുട്ടി നമ്പർ 1 ഇതാ വരുന്നു. ജസ്റ്റ് നമ്പർ 1. യെസ്. അടുത്ത ആൾ വരുന്നു, പുടുമോൾ. ഞാൻ ഒരു ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നത്, വേണമെങ്കിൽ എനിക്ക് ഇറങ്ങാം. കുഴപ്പമില്ല, വേണമെങ്കിൽ ഇറങ്ങാം. ഇതാ പുടു ഈസ് ഓൾസോ ഹിയർ. പുടു, യു കം വിത്ത് എ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം, ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, മുടി. The noodles. This is breads എന്തായിരുന്നു അനു? ഓക്കെ, ഇത് അനുവിന് ചിക്കൻ സ്റ്റേക്ക്. അപ്പോൾ അലാക്കാത്താണ് നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്തിരിക്കുവാണ്. ബട്ടർ ചിക്കൻ ആൻഡ് chili chicken. This is butter chicken, this is chili chicken, and this is pudu soup, cream of chicken. Yeah, nice chicken steak. Okay. This is watermelon starter. അടിപൊളി. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നു. യെസ്, എല്ലാം മുറിക്കാത്ത തന്നെയാണ്. പൊടു മറ്റേ സൂപ്പ് വിത്ത് സ്റ്റിക്സ്. സ്വിമ്മിങ് പൂൾ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചു എല്ലാവരും. അതാണ് ഞങ്ങൾക്ക് ഡിന്നർ പരിപാടി. റൂം സർവീസിലാണ് എല്ലാം മേടിച്ചിരിക്കുന്നത്. അവിടെ പോയി കഴിക്കണ്ട. ഇത് വീക്കെൻഡ് മാത്രമേ ബുഫേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്താൽ. കാറ്റും മഴയും പക്ഷേ ഇടിയും വലിയൊന്നുമില്ല. മഴ വെള്ളം ഇത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ ഡിന്നർ ഈ സ്റ്റൈലിലാണ് ഇപ്പോൾ കഴിക്കുന്നത്. അകത്തുനിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മഴ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് സെക്കൻഡ് നൈറ്റ് ഇവിടെ. നാളെ രാവിലെ നമ്മൾ കുടിച്ചു. അനു, such a beautiful ambience. മഴ കൊട. ഓക്കെ, ഓഹോ, നമ്മൾ മഴയത്തുനിന്നകത്ത് കയറി. യെസ്. ഗോഷ്ടി അടിച്ചോണ്ടിരിക്കും. ഓക്കെ, ഇനി ഉറങ്ങാനുള്ള സമയമാണ്. പുറത്ത് നല്ല ക്ലൈമറ്റ് കണ്ടതാണല്ലോ അല്ലേ? അയ്യോ, സോ ബ്യൂട്ടിഫുൾ. മഴ ഇങ്ങനെ. ഇതിനകത്തൊന്നും അറിയില്ല കേട്ടോ. ഇതിനകത്ത് AC ഉണ്ട്, ഫാനുണ്ട്. ട്രഡീഷണൽ കോട്ടേജ്, പക്ഷേ അകത്തെല്ലാം മോഡേൺ അമ്യൂണിറ്റീസും ഉണ്ട്. പുടു തകർത്തുകൊണ്ടിരിക്കുകയാണ്. പുടു എൻജോയ്. പുടു അയ്യോ മോനെ സൂക്ഷിച്ചു. അങ്ങനെ ഡേ 2 കഴിഞ്ഞ് തേർഡ് ഡേ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ഓൾ റെഡി ടു ഗോ, സെറ്റ് ടു ഗോ. ബാഗെല്ലാം പരിശോധിക്കുന്നു. നമ്മൾ വീണ്ടും പരിശോധിക്കുന്നു. പുടു കം ബേബി. പുടു റെഡിയായി? യു ആർ ഗോയിങ് ബാക്ക് ഹോം. എന്താ വേണ്ടേ കുഞ്ഞിന്? യെസ്, അവൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാമോ നോക്കുന്നു. യെസ്, നൈസ്. പുടു ഗ്രീൻ ഡ്രസ്. യെസ്, ഹലോ. ഹായ്. ബാഗൊക്കെ എടുക്കാനായിട്ട് ആള് വരുന്നു. ഹലോ പറയൂ. ഹലോ. യെസ്, ബൈ. നൈസ്. ഇതിൻ്റെ സ്വിങ് എല്ലാം വിട്ട് പോവാണ്.
ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഹാപ്പി ഹാപ്പി ബേബി. അമ്മാമ്മ ബേബി. ഓക്കെ, അമ്മാമ്മ ബേബി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അമ്മാമ്മ ബേബി, അമ്മാമ്മ ബേബി, അമ്മാമ്മ ബേബി. ഇവിടെ ഹാപ്പിയാണ്. നമ്മളിപ്പോൾ എത്തി കാറിൻ്റെ അടുത്ത്. ഇതൊന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ അവരോട് യാത്ര പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ സന്തോഷം. ഈ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു. സതീഷ് ഹലോ പറയൂ. എല്ലാവർക്കും വണക്കം. ഓ അവരും ഇറങ്ങാണ്. വിജി ജിയമാണ്. ഓക്കെ, എല്ലാം ഭയങ്കര നല്ലായിരുന്നു. ഹോസ്പിറ്റാലിറ്റി എല്ലാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ അടിച്ച് പൊളിച്ചു. അയ്യോ ഇതാ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി.